അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഇനി നമുക്ക് സൂറത്ത് യൂസുഫിലെ 4-ാമത്തെ ആയത്താണ് പറയാനുള്ളത്. നല്ല കഥയാണ്, നല്ല ചരിത്രമാണ്, കഥയിലെ ഏറ്റവും നല്ല കഥയാണ് എന്നൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന് സൂറത്ത് യൂസുഫ് 4-ാമത്തെ ആയത്ത് മുതലാണ് യൂസുഫ് നബിയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നത്. അത് നല്ല ത്രില്ലിംഗ് ആയിക്കൊണ്ട്, നല്ല ഒരു സർപ്രൈസ് നിലനിർത്തിക്കൊണ്ടാണ് അള്ളാഹു താല കഥ ആരംഭിക്കുന്നത് തന്നെ, വളരെ ഭംഗിയായിട്ട്. മാഷാ അല്ലാ, നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. സദഖല്ലാഹ്. മാഷാ അല്ലാ, ഈ കഥ ആരംഭിക്കുന്നത് തന്നെ നല്ലൊരു ത്രില്ലിങ്ങോടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്താണത്? ഇത് ഖാല യൂസുഫ് പറഞ്ഞ സന്ദർഭം. ലി അബീഹി, ആ യൂസുഫിൻ്റെ ഉപ്പയോട് പറഞ്ഞ സന്ദർഭം. യാ അബത്തി, എൻ്റെ ഉപ്പ, എൻ്റെ പിതാവേ. ഇന്നി, തീർച്ചയായും ഞാൻ, റഅയ്തു, ഞാനൊരു സ്വപ്നം കണ്ടു ഉപ്പ, 11 കൗകബ, 11 നക്ഷത്രത്തിനെ, വശംസ, സൂര്യനെ, വൽ ഖമറ, ചന്ദ്രനെയും, റഅയ്തുഹും ലീ സാജിദീൻ, അവകൾ എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു ഉപ്പ. ഭയന്നുകൊണ്ട്, ബേജാറായി യൂസുഫ് നബി വന്ന് ഉപ്പയോട് പറയാണ്. യൂസുഫ് നബിക്ക് അന്ന് പ്രായം 10 വയസ്സിൻ്റെ ചോടേ ഉള്ളൂ. അത് ശേഷം വരുന്ന ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആ 10 വയസ്സിൻ്റെ ചോടയുള്ള കുട്ടി വന്ന് ഭയന്ന് പേടിച്ചൊരു കാര്യം ഉപ്പയോട് പറയുന്ന രംഗാണ് കഥയുടെ തുടക്കം തന്നെ. ആ സർപ്രൈസ് അവിടെ നിലനിർത്തിയിട്ടാണ് ആ കഥ അങ്ങനെ. അതെന്താണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം, വ്യാഖ്യാനം എന്നൊക്കെ അവിടെ നിലനിർത്തി അത് സൂറത്തിൻ്റെ അവസാനേ പറയുന്നുള്ളൂ. ഈ കണ്ട സ്വപ്നം എന്താണ് എന്ന് ഈ സൂറത്തിൻ്റെ അവസാനമാണ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അതുവരെ ആ സർപ്രൈസ് അവിടെ നിലനിർത്തുകയാണ്. ഇനി നോക്ക്, എന്താണ് കണ്ടത് ഈ കുട്ടി? ഉപ്പയോട് വന്ന് പറയാണ്, ഉപ്പ ഞാനിത് കണ്ടു, ഭയന്നുകൊണ്ട് പറയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലഭിക്കുന്ന നല്ലൊരു പാഠങ്ങൾ എന്താണെന്നറിയോ? 10 വയസ്സിൻ്റെ ചോടയുള്ളൊരു കുട്ടി ഒരു സ്വപ്നം നമ്മളോട് വന്ന് പറയുമ്പോൾ നാം അത് ഏത് രീതിയിലാണ് കേൾക്കുക? ഈ കുട്ടി ഉപ്പയോട് പറയുമ്പോൾ ഉപ്പ കേൾക്കുമെന്ന് ഈ കുട്ടിക്ക് ഉറപ്പാണ്. അതാണല്ലോ കുട്ടി ഉപ്പയോട് പറഞ്ഞത്. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ചത് അബ് എന്ന വാക്കാണ്. ഇത് ഖാല യൂസുഫു ലി അബീഹിന, അബ് എന്ന വാക്കാ പടച്ചവൻ ഉപയോഗിച്ചത്. വാലിദ് എന്ന് പറഞ്ഞാലും ഇതന്നെ അർത്ഥം. പക്ഷേ വാലിദും അബും തമ്മിലുള്ള വ്യത്യാസം, വാലിദ് എന്ന് പടച്ചവൻ ഉപയോഗിക്കാതെ അബ് എന്ന് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം, അബ് എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായ ഉപ്പയാണ്, സംരക്ഷിക്കുന്ന ഉപ്പയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുന്നതാണ്. അതാണ് അബ്. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവാണ്, പക്ഷേ സ്നേഹനിധിയായി സംരക്ഷിക്കുന്നില്ല, ഉപ്പയാണ്. പക്ഷേ ഇവിടെ വാലിദും അബും തമ്മിലുള്ള വ്യത്യാസം, അബ് എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായി ആ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കുട്ടികളെ അതിൻ്റേതായ വഴിയിലൂടെ നോക്കി വളർത്തുന്നവരാണ്. അതാണ് അബ്. ആ ഒരു സ്നേഹമാണ് ഇവിടെ, ആ ഒരു വാക്കാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്, അബ് എന്ന വാക്ക്. അപ്പോൾ അബും വാലിദും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഈ അബ് എന്ന് പടച്ചവൻ ഉപയോഗിച്ച് ആ ഉപ്പയോട് കുട്ടി വന്ന് പറയാണ്, ഉപ്പാ യാ അബത്തി. ഉണ്ടാവും അവിടെ താ ഇട്ടിട്ടാണ് പടച്ചവൻ പറഞ്ഞത്, യാ അബി എന്നല്ല, യാ അബത്തി. താ ഒരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമാണ്.
സ്നേഹം നമ്മൾ കൊടുക്കും. സ്നേഹം കൊടുത്താൽ മതിയോ? പോരാ, ബഹുമാനം കൂടി വേണം. ഉപ്പയോട് സ്നേഹം ഉണ്ടാവും, സ്നേഹം വേണം, ബഹുമാനം വേണം. സ്നേഹം കൂടിയാൽ ബഹുമാനം നഷ്ടപ്പെടും. പല നമ്മുടെ സാധാരണ കണ്ടുവരുന്നത്, സ്നേഹം കൂടിയിട്ട് ബഹുമാനം നഷ്ടപ്പെട്ട് ഉപ്പയെ അടിക്കാനും ചീത്ത പറയാനും വാശി പിടിക്കാനും ഒക്കെ തുടങ്ങും. പക്ഷെ സ്നേഹവും ബഹുമാനവും സംയുക്തമായി നിലനിർത്തണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് യൂസുഫ് എന്ന് പറഞ്ഞത്. എൻ്റെ ഉപ്പ അവിടെ പറയാൻ കാരണം, യൂസുഫ് എന്ന് പറയുന്ന ഈ 10 വയസ്സിൻ്റെ ചോടയുള്ള കുട്ടിക്ക് ഉപ്പയോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പിതാവാണ് യാക്കൂബ് നബി, യൂസുഫിൻ്റെ ഉപ്പ. ഇവിടെ നമ്മുടെ ഒരു കുട്ടി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ശ്രവിക്കാൻ സന്നദ്ധമാകുമോ? പ്രത്യേകിച്ചൊരു സ്വപ്നമൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അതെന്തേലൊക്കെ ഒരു സ്വപ്നമാകും, അങ്ങനത്തെ സ്വപ്നങ്ങളെ പലരും കാണുന്നു എന്നൊക്കെ പറഞ്ഞത് നിസ്സാരവൽക്കരിക്കും. അത് ചെയ്യരുത്. മക്കൾ പറയുന്നത് കേൾക്കാനുള്ള അവസരം കൊടുക്കുക എന്നതാണ് പ്രധാനം. പറയുന്നത് കേൾക്കണം, പറയുന്നത് കേൾക്കാനുള്ള അവസരം കൊടുക്കണം. ഇന്നത്തെ പുതിയ തലമുറ നിർബന്ധമായും നമ്മളത് ചെയ്യണം. അവർ മൊബൈലിലാണ്, അവർ മറ്റൊരു ലോകത്താണ്. അവരെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. അവർ ഈ നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ തമാശകളും അവരുടെ സംസാരങ്ങളും എല്ലാം നാം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അതാണ് ഇന്ന് വേണ്ടത്. അപ്പോൾ ഏതാണെങ്കിലും യാക്കൂബ് നബി അത്തരത്തിലുള്ള ഉപ്പയാണ് എന്നാണ് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നത്. നല്ലൊരു പാരൻറ്റിങ് അതെങ്ങനെയാവണം എന്നാണ് ഇതിൻ്റെ തുടക്കം തന്നെ. അതാണ് നമുക്കുള്ള ഏറ്റവും നല്ല പാഠം. യൂസുഫ് എന്ന് പറയുന്ന കുട്ടിയും ആ ഉപ്പയും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ആദ്യത്തെ നമുക്ക് മനസ്സിലാക്കേണ്ട പാഠം. എന്നിട്ടോ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബ, ഞാൻ 11 നക്ഷത്രത്തെ കണ്ടു. വശംസ, സൂര്യനെ കണ്ടു. വൽ ഖമറ, ചന്ദ്രനെയും. റഅയ്തുഹും ലി സാജിദീൻ. ഇവിടെ ആ കുട്ടി ബേജാറിലാണ് പറയണത്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? പറഞ്ഞത് റഅയ്തു എന്ന പദം ഇവിടെ 2 വട്ടം ആവർത്തിച്ചു വന്നു. റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തു, വീണ്ടും റഅയ്തു. അപ്പോൾ പറഞ്ഞതെൻ്റെ കുട്ടികൾ പറയല്ലോ, കണ്ടു, ഞാൻ ഉറപ്പായിട്ടും കണ്ടു അല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഭയന്ന് വിറച്ച് പറയുന്ന ഒരു രംഗമുണ്ട് കുട്ടികൾ, ചെറിയ കുട്ടികൾ. അതേ ഒരു വാക്കാണ് ഇവിടെ ഈ പറയുന്നത്. ഞാൻ കണ്ടുപ്പ, അത് ഞാൻ കണ്ടു എന്ന രീതിയിൽ വീണ്ടും റഅയ്തു 2 വട്ടം ആവർത്തിച്ച് പറയണം. മാത്രമല്ല നമ്മുടെ മലയാള ഭാഷയിലൊക്കെ ഉറപ്പായിട്ടും കണ്ടു, തീർച്ചയായും കണ്ടു, എന്തായാലും കണ്ടു എന്നൊക്കെ കുട്ടികളൊന്ന് പറയല്ലോ. അതേ വാക്കുകൾ തന്നെ പറഞ്ഞു. ഇന്നി അറബിയിൽ തീർച്ചയായും ഞാൻ റഅയ്തു, ഞാൻ കണ്ടു അഹദ അശറ കൗകബൻ, 11 നക്ഷത്രത്തെ, വശംസ, സൂര്യനെ, വൽ ഖമറ, ചന്ദ്രനെ. വീണ്ടും പറയണ റഅയ്തു, ഞാനത് കണ്ടുപ്പ ലീ സാജിദീൻ, എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഒരു അത്ഭുതത്തോടെ ഒരു ബേജാറോടെ വന്ന ചെറിയ കുട്ടി പറയാണ്. മാത്രമല്ല ആ കുട്ടി അങ്ങനെ ഒരു 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനും ഇപ്പോൾ സുജൂദ് ചെയ്യുന്നത് കണ്ട എന്താ അത്ര ബേജാറുള്ളത് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അവിടെ ബേജാർ എന്താണെന്ന് വെച്ചാൽ, ഈ ആയത്തിലറിയാം, ഇതിൽ ഹും എന്ന ലമീറുകൾ, റഅയ്തു ഹും എന്ന ലമീർ ഹും എന്ന പദം ഉപയോഗിക്കുന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ലമീറാണ്. സാധാരണ അറബി ഗ്രാമറിൽ ഹും എന്നൊക്കെ പറയുന്ന ലമീറുകൾ ബുദ്ധിയുള്ള വസ്തുക്കൾക്ക്, അഥവാ ഇപ്പോൾ സൂര്യനും ചന്ദ്രനൊക്കെ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവാണല്ലോ നമ്മൾ ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ ഈ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ലമീർ വേറെ. ഇപ്പോൾ പേന, മരം, മേശ, കസേര, ബെഞ്ച്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ലമീറുകളുണ്ട് ജീവനില്ലാത്ത വസ്തുക്കൾക്ക്. മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ലമീർ, ജീവനുള്ള വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ലമീറുകളുണ്ട്, അത് വേറെയാണ്. ഇവിടെ ജീവനുള്ള വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ലമീറ അള്ളാഹു ഉപയോഗിച്ചത്. റഅയ്തു ഹും എന്ന ലമീറ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി വെറും സൂര്യനും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ അല്ല കണ്ടത്, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ കണ്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ ഹും എന്ന ലമീർ ഉപയോഗിക്കാൻ കാരണം. അതുകൊണ്ടാണ് ആ കുട്ടി ബേജാറാവാനുള്ള കാരണം, ഭയക്കാനുള്ള കാരണം. ലീ സാജിദീൻ, എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. കണ്ടോ? അതാണ് ആയത്ത്, ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ മനസ്സിലായി, നല്ലൊരു ത്രില്ലിങ്ങോടെയാണ് അള്ളാഹ് തുടങ്ങുന്നത്. എന്താണ് ഈ
കണ്ടതിൻ്റെ അർത്ഥം. 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി കണ്ടു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? ആ സ്വപ്നം എങ്ങനെയാണ് സത്യമായി പുലരുന്നത്? ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ്? അതൊക്കെ ഈ കഥയുടെ ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഈ സർപ്രൈസ് നിലനിർത്തിയിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ മക്കളെ നമ്മളത് അടുത്ത് ചേർത്ത് പിടിക്കണമെന്നാണ്. അവരെ കേൾക്കണം, അവരുടെ തമാശ പറയണം, അവർ തമാശ പറഞ്ഞാൽ ചിരിക്കണം, അവരുടെ അഭിപ്രായത്തെ മാനിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ കുട്ടികൾ വന്നൊരു അഭിപ്രായം പറഞ്ഞാൽ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് എന്താണ് നിങ്ങൾക്ക് കാര്യം എന്ന് പറഞ്ഞ് അവർ അവഗണിക്കരുത്. അവരഭിപ്രായം കേൾക്കണം. അത് നാം പ്രവർത്തിക്കണോ വേണ്ട അത് വേറെ വിഷയം. പക്ഷെ അഭിപ്രായം കേൾക്കണം. അവരെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് അവരെ തമാശകൾ പറയണം, തമാശ പറയണം, ചിരിക്കണം. അവർ പറഞ്ഞ തമാശക്ക് ചിരിച്ചു കൊടുക്കണം. ഇതൊക്കെ നാം ചെയ്യുമ്പോൾ അവർ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന യാക്കൂബ് നബി യൂസുഫ് നബിക്ക് നൽകുന്ന നല്ലൊരു പാഠം അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. അപ്പോൾ അവർ മൊബൈലിൽ നിന്നും ഒക്കെ ഗെയിമിൽ നിന്നും ഒക്കെ ഇറങ്ങി നമ്മുടെ ഇടയിലേക്ക് വരും. മറ്റേത് നാം മൊബൈലിലാണ്, നമ്മൾ മൊബൈലിലാണ് എന്നിട്ട് മക്കളോട് പറയും മൊബൈൽ കാണരുത്, മൊബൈലിൽ ഗെയിം കളിക്കരുത്, മറ്റു ആവശ്യമില്ലാത്ത ഏർപ്പാടുകളിൽ ഇടപെടരുത് എന്നൊക്കെ നമ്മൾ അവരെ ഉപദേശിക്കും. നമ്മൾ 24 മണിക്കൂർ മൊബൈലിലാണ്. അപ്പോൾ അവർ മൊബൈലിലാവും. അവർക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സമയം കിട്ടിയാൽ മതി, അതിലെന്തെങ്കിലും ഒരു ഗെയിം കളിച്ചിരിക്കും മക്കൾ. അതിൽ നിന്ന് മാറി അവരെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ ഉപകാരമുള്ള നല്ല കുട്ടികളായി വളർത്തണമെങ്കിൽ അവരെ നാം ചേർത്ത് പിടിക്കണം, നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും അവരെ കൂടി അത് അറിയിക്കണം. അങ്ങനെ നാം ഒന്നിച്ചു വളരുമ്പോഴാണ് നല്ല മക്കളാവുക എന്ന നല്ലൊരു പാഠമാണ് യൂസുഫിൻ്റെ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന നല്ലൊരു സന്ദേശം. അതാണ് ആ ചെറിയ കുട്ടി വന്ന് പറഞ്ഞപ്പോൾ ഉപ്പ ശ്രദ്ധിച്ച് കേട്ടത്. ആ ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറായി. ഇനി അതേ രീതിയിൽ തന്നെയാണ് ഉപ്പ മറുപടി പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, എന്താണ് ഉപ്പയുടെ മറുപടി എന്നുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദിൻ്റെ നിയമം, ഇത് കോല, ഇത് എന്ന് പറയരുത്. കൽക്കലത്ത് എന്ന് പറയുന്ന സിഫത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തജ്വീദിൻ്റെ വിഷയം ഒന്നും കൂടി വിശാലമായി പറയും. അത് ബോർഡിലൊക്കെ എഴുതി ഓരോന്നും മനസ്സിലാക്കി തരും ഇൻഷാ അല്ലാഹ്. ഒറ്റവാക്കിൽ പറയാണ്, ഇത് എന്ന് അവിടെ പാരായണം ചെയ്യാൻ പാടില്ല. കോല, ക രണ്ടും വ്യത്യാസമുണ്ട്. പുള്ളിയുള്ള കോഫ്, മറ്റേത് കാഫ്, ക വ്യത്യാസമുണ്ട്. തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് നിന്നാണ് കോഫ് പുറപ്പെടുക. ഇത് കോല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഖൽബ് ഹൃദയം. ഇപ്പോൾ ഖൽബ് ഹൃദയം എന്നാണല്ലോ അർത്ഥം. ഇപ്പോൾ നമ്മൾ ചില പാട്ടൊക്കെ മലയാള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ കൽബ് എന്നൊക്കെ പാടുമ്പോൾ നായി എന്നുള്ള അർത്ഥം വരിക. കൽബ് കാരണം നായിയാണ്, ഖൽബാണ് ഹൃദയം. ഖൽബിൻ്റെ ഉള്ളിൽ എന്നൊരു പാട്ട് പാടുന്നുണ്ട്. എൻ്റെ ഖൽബിലെ, ഒരാൾ എൻ്റെ കൽബിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ നായിലേന്നാവും. എൻ്റെ ഖൽബ് ഹൃദയം എന്ന് പറയുമ്പോൾ ഖാഫാണ്. എൻ്റെ ഖൽബിൽ അപ്പോൾ ഹൃദയമായി. ഖൽബിൻ്റെ ഉള്ളിൽ നീ, അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നായി. കൽബിൻ്റെ ഉള്ളിൽ നീ, അപ്പോൾ നായുടെ ഉള്ളിൽ നായി. ഇത് രണ്ടും അർത്ഥം വ്യത്യാസമുണ്ട്. അറബിയിൽ ഒരു പുള്ളിക്ക് ഒരു ഹർക്കത്തിന് ഒക്കെ ഒരുപാട് അർത്ഥങ്ങളും വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഏതാണെങ്കിലും ഇത് ഖാല യൂസുഫു ലി അബീഹി യാ അബത്തി, അവിടെ മദ്ദുണ്ട്. മദ്ദക്ഷരമായ അലിഫിൻ്റെ ശേഷം അംസ വന്നിക്കാണ്. യാ അബത്തി ഇന്നി, ഷദ്ദുള്ള നൂന് ഷദ്ദുള്ള മീമ്,
ഇവ നന്നായിട്ട് ഉന്നത്ത് കൊടുക്കണം, മണിച്ച് ഉച്ചരിക്കണം എന്ന്. ഇന്നി റഅയ്തു അഹദ അശർ. അപ്പോൾ ഇന്നി ഉന്നത്ത് കൊടുത്ത് തന്നെ ഓതണം. ശദ്ദുള്ള നൂന്, ശദ്ദുള്ള മീം. ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ചുകൂടി തജ്വീദിൻ്റെ നിയമം പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ മാത്രമല്ല, എഴുതി അത് എന്താണെന്ന് ബോർഡിൽ എഴുതിയാലാണ് അത് ക്ലിയറായിട്ട് മനസ്സിലാവൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.